അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. രാവിലെ എണീച്ചതും പാല് വരാണ്ടായപ്പോൾ ഞാനിതാ തൊടിയിലോട്ടൊക്കെ ഒന്ന് ചുമ്മാ ഇറങ്ങി കേട്ടോ. രാവിലെ കുറച്ച് നേരം ഇറങ്ങുമ്പോൾ തന്നെയുള്ളൂ ആ ഒരു ചൂടില്ലായ്മയുള്ളൂ. ബാക്കിയുള്ള സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ല, കരിഞ്ഞുണങ്ങിപ്പോകും കേട്ടോ. അങ്ങനത്തെ ചൂടാണ്. നമ്മുടെ ചീരത ഇതെല്ലാം ചുമ്മാ മുളച്ച് വരില്ലേ, അങ്ങനെ വന്നതാണ്. നമ്മൾ പ്രത്യേകിച്ച് കെയറിങ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒത്തിരി ഉണ്ട്. തെങ്ങിൻ്റെ സൈഡിലായിട്ട് വെള്ളം നനവ് ധാരാളം കിട്ടുന്ന ഭാഗങ്ങളിലൊക്കെയാണ് കേട്ടോ കൂടുതൽ വന്നേക്കുന്നത്. എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മൾ 2 പ്രാവശ്യം ഇപ്പോൾ വെച്ച് കഴിഞ്ഞു. ഇനി നോക്കട്ടെ കേട്ടോ, ഈ വീക്കിലും കൂടെ വെക്കാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ ഞാനിതാ കുറച്ച് മുല്ലപ്പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒന്ന് വലിച്ചു കേട്ടോ. കുറേ മുല്ലപ്പൂ ഉണ്ട്, കുറച്ചൊന്നുമല്ല, കുറേ ഉണ്ട്. ഞാൻ പിന്നെ വെക്കാത്തതുകൊണ്ട് പണ്ട് ഇഷ്ടമായിരുന്നു, ഇപ്പോൾ പിന്നെ വലിയ ഇഷ്ടമൊന്നുമില്ല. ഇങ്ങനെ കൈ നിറയെ കുറച്ച് എടുത്തിട്ട് വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. റൂമിലേക്കൊരു നല്ലൊരു സ്മെല്ല് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ കട്ടിലിൻ്റെ അവിടെ അങ്ങനെ വെച്ചു കേട്ടോ. പിന്നെ നെക്സ്റ്റ് പരിപാടി, പാല് വന്നിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് പരിപാടി ഞാൻ വാഷിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചായ പരിപാടിയിലോട്ട് കടന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒരു കഥ പോലെ തോന്നുന്നുണ്ട് ഇത്ര. അത് കേട്ടോ ഭയങ്കര സന്തോഷമായി. അതായത് ഒരു സ്റ്റോറി കാണുന്നത് പോലെ ഉണ്ട് ഇത്ര. ഞാൻ സംസാരിക്കണതും ഒക്കെ അങ്ങനെയാണ് ഫീൽ ആവുന്നത് എന്നാണ് കേട്ടോ ഒരു കമൻറ്റിൽ ഞാൻ കണ്ടത്. ഇന്നലത്തെ വീഡിയോയിൽ ഒത്തിരി കമൻ്റ് ഉണ്ട്. അതൊക്കെ നമുക്ക് വായിച്ച് പോകണം. അപ്പോൾ ചായ വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കഥ പറയുന്നത് പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, ഈ കഥ പറയുമ്പം ഞാൻ എത്രത്തോളം വിയർത്തൊലിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. റൂമിൻ്റെ ഉള്ളിൽ വാതിലടച്ചു പൂട്ടി ഫാനൊന്നും ഇടാണ്ട് ആഹാ എന്തൊരു സുഖമാണ്. അതുപോലെ തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് കാപ്സ് കംപ്ലീറ്റ് ഒഴിവാക്കുക. അതായത് ഷുഗർ, കാപ്സ്, വീറ്റ്, മൈദ, ഈ പ്രോഡക്റ്റുകളൊക്കെ അവോയ്ഡ് ചെയ്യാൻ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് കഴിക്കും എന്നാലോചിച്ചപ്പോൾ ആ കുട്ടി തന്നെ ഫിഷ്, എഗ്ഗ്, ചിക്കൻ വെച്ച് ഫ്രൂട്ടൊക്കെ കഴിച്ചാൽ മതി, ഇത് മാത്രം കഴിച്ചാൽ മതി ഇത്ര. ഞാൻ ഓക്കെ നോക്കാം അല്ലേ, ട്രൈ ചെയ്ത് നോക്കാം. തടിയും കുറയുമായിരിക്കും. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് ചോറ് വേണമെന്നോ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ നമ്മൾ എല്ലാവർക്കും ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോഴേ നമുക്കായിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ കുറച്ച് മടി കാണിക്കും. അതാണ് നമ്മളെ വീട്ടമ്മമാർ ഡയറ്റ് എടുക്കുമ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു വലിയ കാര്യം അതാണ് കേട്ടോ. അതായത് എല്ലാവർക്കുള്ള ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇനി വയ്യ, നമുക്ക് വേണ്ടിയിട്ട് ഇനി ഉണ്ടാക്കാൻ വയ്യ എന്ന്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഓക്കെ, എൻ്റെ ഫുഡ് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം എനിക്കത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് അങ്ങനെ ഒരു പരിപാടി കാണിച്ചു വെച്ചു കേട്ടോ. ബാക്കിയും എല്ലാവർക്കും ഫ്രഷ് തന്നെ വേണം, ഉപ്പാക്ക് പ്രത്യേകിച്ച് ഫ്രഷ് വേണം, പെട്ടെന്ന് ഗ്യാസ് ട്രബിൾ വരും. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ആക്കിക്കൂടാ. അങ്ങനെ ഞാൻ ഇന്ന് ഒരു ചെറുപയറിൻ്റെ സാലഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, വീഡിയോയിൽ കാണിക്കാം കേട്ടോ. പിന്നെ വേഗം ഉള്ളിലൊക്കെ പോയി അടിച്ചു വാരി എൻ്റെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ വെക്കും. ചിലപ്പോൾ റിയാക്ഷൻ വീഡിയോ, ചിലപ്പോൾ ഷോർട്ട് ഫിലിം, ചിലപ്പോൾ പാട്ട്, ചിലപ്പോൾ അധികം റിയാക്ഷൻ വീഡിയോസൊക്കെ ആട്ടോ ഞാൻ വെക്കാറുള്ളത്. അങ്ങനെ അത് വെച്ചിട്ട് ഞാൻ പാത്രം കഴുകാൻ നിന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫാത്തിമത്ത് ഷക്കീല ചോദിച്ചത് കേട്ടോ. 1 hour മുമ്പ് ചോദിച്ചതാണ്. അതായത് ഞാനിപ്പോൾ വായിക്കണതിൻ്റെ മുമ്പ് കേട്ടോ. ഉമ്മ ഹെൽപ്പ് ചെയ്യൂലേ ജിനി ജോലി ചെയ്യാൻ? നിങ്ങളുടെ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സംസാരം കാണുമ്പോൾ മനസ്സിന് സന്തോഷമാണെന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് മുത്ത്. ഞാൻ പല ആൾക്കാരും എന്നോട് നേരത്തെ എപ്പോഴും ചോദിക്കുന്നൊരു കാര്യം, വീട്ടിൽ ആരും ഹെൽപ്പ് ചെയ്യൂലേ എന്നുള്ളത്. കിച്ചണിൽ നമ്മൾ സ്റ്റാൻഡും ലൈറ്റിൻ്റെ സ്റ്റാൻഡ്, അതുപോലെ ഫോണിൻ്റെ സ്റ്റാൻഡ് എല്ലാം വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കാറുള്ളത്. അതിൻ്റെ ഇടയിൽ എനിക്ക് എക്സ്ട്രാ ഒരാൾ വരുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ മാക്സിമം ഞാൻ തന്നെയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാറ്, വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. അതുപോലെ എൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സ്പീഡിൽ തീരണമെങ്കിലും എനിക്ക് അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. കുറേ പേര് എന്നോട് ഈ ക്വസ്റ്റ്യൻ പണ്ട് മുതലേ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ ഹായ് ജിനിത്ത, ഗുഡ് ആഫ്റ്റർനൂൺ. നോക്കി ഇരിക്കുകയായിരുന്നു ഇത്താൻ്റെ വീഡിയോ. സൺഡേ ആയിട്ട് ഇന്ന് എന്താ സ്പെഷ്യൽ ചോദിക്കുന്നുണ്ട്. സൺഡേ സ്പെഷ്യൽ ഈ വീഡിയോയിലുണ്ട് കേട്ടോ. സൺഡേ ആണെന്ന് നമുക്കിന്ന് തോന്നുകയില്ല, കാരണം ഇക്ക വന്നിട്ടില്ല. ഇക്ക ഇല്ലാത്തതുകൊണ്ട് സൺഡേ ആണോ സാറ്റർഡേ ആണോ അല്ലാത്ത ഡേ ആണോ എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ. വീട്ടിലൊരാൾ ഇല്ലെങ്കിൽ ഭയങ്കര ഇതല്ലേ, ബുദ്ധിമുട്ടല്ലേ. ഹായ് ഇത്ത, നിങ്ങളെ കൊണ്ട് എങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നേ?
എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് പലപ്പോഴും. നേരിൽ കാണാൻ കൊതിയാവുന്നു എന്ന് പറയുന്നുണ്ട്. എവിടെയാണ് നിഷ ലത്തീഫ് വീട്? അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാമല്ലോ, പാലക്കാട് അടുത്തൊക്കെ ആണെങ്കിൽ എന്തായാലും കാണാം. ഇതുപോലെ കവിത പറഞ്ഞിട്ട് പാലക്കാട് നിന്നൊരു കുട്ടി എപ്പോഴും എന്നെ കാണണം എന്ന് പറയാറുണ്ട്. ഇതുവരെ ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, എപ്പോഴെങ്കിലുമൊക്കെ കാണണമെന്നുണ്ട്. നോക്കാം. ഞാൻ പാലക്കാട് പോകുമ്പോൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ വേറെ കാര്യങ്ങൾക്കൊക്കെ അല്ലേ പോവുക, അപ്പോൾ ചിലപ്പോൾ മറക്കും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് കേട്ടോ. അപ്പോൾ നിഷ ലത്തീഫ് നമുക്ക് എവിടെന്നെങ്കിലും കാണാം, ഭൂമി ഉരുണ്ടതല്ലേ എന്ന് പറയുന്ന പോലെ. നൂൽപുട്ടിന്റെ റെസിപ്പി കാണിക്കാമോ? ഇൻഷാല്ല ഉണ്ടാക്കുമ്പോൾ കാണിക്കാം കേട്ടോ. ഞാൻ വ്ളോഗിന് വേണ്ടിയിട്ട് ചിലപ്പോൾ, അയ്യോ സൗണ്ടൊക്കെ എവിടെയോ പോയി. അതായത് ചിലപ്പോൾ ഞാൻ വ്ളോഗിന് വേണ്ടിയിട്ടുള്ള റെസിപ്പികളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ചില സമയത്ത് ഞാൻ എന്താണോ അന്ന് ഉണ്ടാക്കുന്ന അതങ്ങ് കാണിക്കാറാണ് കേട്ടോ. സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വ്ളോഗിന് വേണ്ടി കാണിക്കും, അതായത് വ്ളോഗിന് വേണ്ടിയിട്ടുള്ള റെസിപ്പി കാണിക്കും ചെയ്യാറുണ്ട്. അങ്ങനെ മുറ്റടിച്ച് വാരലും വാഷിങ്ങിന് ഒന്നെടുത്ത് നെക്സ്റ്റ് വാഷിങ്ങിന് ഇട്ട് ഇനി നമുക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും റിഹാൻ കടയിൽ പോയിട്ട് കുറച്ച് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ജിമ്മ് കഴിഞ്ഞ് വരുമ്പോൾ കടയിൽ കോവയ്ക്ക ഇരിക്കണ കണ്ടപ്പോൾ എനിക്ക് കോവയ്ക്ക കഴിക്കാനൊരു പൂതി, കോവയ്ക്ക ഉപ്പേരി വെക്കാനൊക്കെ ഒരു പൂതി. എനിക്ക് കോവയ്ക്ക ഉപ്പേരി വെക്കുന്നത് നമ്മുടെ കല്യാണിയുടെ വീഡിയോയിൽ കണ്ട് അതൊരു ഇഷ്ടമാണ്, കോവയ്ക്ക, കല്യാണിയുടെ കോവയ്ക്ക. അപ്പോൾ നമുക്കതൊന്ന് വെച്ച് നോക്കണം കേട്ടോ. പിന്നെ എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്, ഹായ് ജിനി, നൈസ് വീഡിയോ, അടിപൊളി വ്ളോഗ്. വീഡിയോ നോക്കി ഇരിക്കുകയായിരുന്നു. എന്നും ഇടാൻ നോക്കണേ ഇൻഷാല്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്നും ഇടുന്നുണ്ട്. എടാ ഞാനും ശ്രദ്ധിച്ചു മുഖത്തെ ഗ്ലോ. പിന്നെ സേമിയ പായസം കണ്ട് കൊതിയായിട്ട് പായസം ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ശരിക്കും നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ നമുക്ക് സ്കിന്നിനൊക്കെ ഭയങ്കര ഇതാണ്. പിന്നെ കുറെ വെള്ളം കുടിക്കണം കേട്ടോ, വെള്ളം മസ്റ്റാണ്. ഇപ്പൊ ഞാൻ വെള്ളം കൂടി കുറവാണോ എന്നൊരു ഡൗട്ട്. അതുപോലെ ഞാൻ ചായ വെക്കുന്നത് ഇഷ്ടമാണ്. പിന്നെ സ്ലാബിന്റെ എന്തോ പറഞ്ഞിട്ടുണ്ട്, എനിക്കത് മനസ്സിലായിട്ടില്ല കേട്ടോ. നമ്മുടെ ചക്കര മാങ്ങ ഉണ്ടാക്കി നോക്കി നാസർ പറയുന്നുണ്ട്, ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട്. അത് ഈ പുളിയും എരിവും മധുരവും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ. വീഡിയോ സൂപ്പർ എന്ന് പറയുന്നുണ്ട്. എൻ്റെ മക്കൾ ദിയ, ദൃശ്യ, ജിനിത്താന് ഒരുപാട് ഇഷ്ടമാണ്. ചെറിയ കുട്ടികൾക്ക് വരെ നമ്മളെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഈയിടെയായിട്ട് കല്യാണം ഇതുപോലൊരു പയ്യനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 6ാം ക്ലാസ് പഠിക്കണേ ഉള്ളൂ, ഉമ്മയും മോനും കേട്ടോ. ഞാൻ ഈ റെസിപ്പി കഴിഞ്ഞിട്ട് പറയാം. അതായത് വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ കട്ട് ചെയ്ത എല്ലാ ഐറ്റംസും, കറിവേപ്പില, മല്ലിയില, പുതിന, ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട്, പുതിന കുറച്ച് മതി കേട്ടോ, ഉപ്പിട്ടിട്ട് ഇതൊന്ന് വഴിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചോളൂ, പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. പിന്നെ എഗ്ഗായിന്ന്, അപ്പോൾ ഞാൻ അതിനെ ഒന്ന് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കൊരു എഗ് ബോയിലറിൻ്റെ ഇത് വന്നിട്ടുണ്ടായിരുന്നു, പ്രൊമോഷൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ എഗ്ഗൊക്കെ ക്രാക്ക് ആയപ്പോൾ ഞാൻ അത് ചെയ്തില്ല. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് ചെയ്യാമെന്ന് തന്നെയായിരുന്നു കേട്ടോ. കാരണം അവർ ഈ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാർ, ചില ആൾക്കാരുണ്ടല്ലോ പ്രോഡക്റ്റ് മാത്രം തരാമെന്നും പറഞ്ഞിട്ട് വരും. നമ്മളെ ശല്യം ചെയ്യുമ്പോൾ നമ്മൾ ഓക്കെ എന്നും പറയാറുമുണ്ട് കേട്ടോ ചില സമയത്ത്. അപ്പോൾ ഞാൻ നോക്കി നോക്കാം, ഇനിയിപ്പോൾ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലോ വിചാരിച്ചിട്ട് ഞാൻ സംഭവം എടുത്തു. പക്ഷേ എഗ്ഗ് പൊട്ടണ കാരണം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആ പ്രോഡക്റ്റ് തിരിച്ചെടുത്തോളൂ, എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ കാര്യമല്ലേ. അപ്പോൾ ഉമ്മയും മോനുമാണ്. അപ്പോൾ മോനാണ് എന്നെ കാണിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ ഉമ്മക്ക്. അപ്പോൾ ഉമ്മ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു, ഞങ്ങൾ വീഡിയോ കാണലുണ്ട് എന്നൊക്കെ. അപ്പോൾ ഞാൻ ആ മോനോട് ചോദിച്ചു, നീയും കാണലുണ്ടോ ചോദിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ കാണാൻ ഇഷ്ടമാണോ ചോദിച്ചപ്പോൾ അതേ പറഞ്ഞു. അപ്പോൾ ശരിക്കും വണ്ടറടിച്ച് നിൽക്കുക കേട്ടോ ഞാൻ. നമ്മുടെ വീഡിയോസ് കാണാൻ ഇഷ്ടത്തിനും ചെറിയ കുട്ടികൾ, ജെൻസി പിള്ളേർ, ഫുള്ള് ആനിമി അത് ഇതൊക്കെ കാണുന്ന പ്രായത്തിൽ നമ്മുടെ വീഡിയോ ഇരുന്ന് കാണുമോ എന്നൊക്കെ കേട്ടോ ഞാൻ ചിന്തിച്ചേ. ഇതെൻ്റെ പ്ലേറ്റാണ് കേട്ടോ. ഇന്ന് ഞാൻ ദോശ കഴിച്ചില്ല, പകരം ഞാൻ നല്ല കുട്ടിയായി. കാരണം ഞാൻ എൻ്റെ ജിം ട്രെയിനറിനോട് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഫുഡ് അടി കുറയ്ക്കണം. ഞാൻ പറഞ്ഞു ഞാൻ എത്ര വർക്കൗട്ട് ചെയ്തിട്ടും എന്താണ് തടി കുറയാത്തത് ചോദിച്ചു. അപ്പോൾ എന്നോട് പറയാം ഫുഡ് അടി കുറയ്ക്കണം, എന്നാൽ തന്നെ തടി കുറയുള്ളൂ. അതിപ്പോൾ എനിക്കറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ. അപ്പം ഞാൻ ഇന്നൊന്ന് നല്ല കുട്ടിയാവാൻ ശ്രമിച്ചതാണ്. എത്ര കാലം ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല, നോക്കാം. പിന്നെ വേഗം പോയിട്ട് പാത്രങ്ങളൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദിയ, ദൃശ്യ, താങ്ക് യു സോ മച്ച് മുത്തേ. എൻ്റെ ഒരു ഹായ് പറഞ്ഞേക്കണം കേട്ടോ കുട്ടികളോട്. ഇപ്പോൾ വീഡിയോ വളരെ കമ്മിയാണ്. ഫൈസൽ വൈസു വീഡിയോ കമ്മിയൊന്നുമല്ല, ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെയിലി ലോങ് വീഡിയോ ഒന്നിടുന്നുണ്ട്, 2 ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട്. ഞാൻ അങ്ങനെ തന്നെയാണ് ഇട്ടിട്ട് പോയിക്കൊണ്ടിരുന്നത്.
ഫൈസൽ കാണൽ കമ്മിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇടയ്ക്ക് ഞാൻ ബ്രേക്ക് ആയിരുന്നു, ഏകദേശം 1 മാസത്തോളം ബ്രേക്ക് ആയിരുന്നു കേട്ടോ. അതെൻ്റെ ചാനലിനെ ഭയങ്കരമായിട്ട് എഫക്റ്റും ചെയ്തിട്ടുണ്ട്. പിന്നെ സേതുമാധവൻ, നിഷ നായർ, ആശ, ശ്രീജ ഇവരൊക്കെ ഒരുപാട് നൈസും സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ FBയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. FBയിൽ എനിക്ക് ഒരുപാട് കമൻറ്റ്സ് വരുന്നില്ല, എന്തായാലും ഇടണം. കുറേ ആൾക്കാർ കമൻറ്റ് വായിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇടാത്തതെന്നും പറഞ്ഞു കേട്ടോ. ഞാൻ വായിക്കാം, എന്തായാലും ഇടണം കേട്ടോ. പിന്നെ പരിപ്പ് കാച്ചിയത് ഉണക്കമീൻ കോംബോ, ഒരു 1.5 കോംബോ ആണ്. അതേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത്. ഈ ഉണക്കമീനില്ലേ, അതായത് മാന്തൽ മീനില്ലേ, അത് നമ്മുടെ മുളക് വറുത്ത പുളി രസം, ഈ പരിപ്പ് പോലത്തെ കറികൾ, ഇതിൽക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അതുണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും വേണ്ടാന്ന് തോന്നും, അങ്ങനെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കി നോക്കുക. പിന്നെ ഞാൻ വേഗം പണികളൊക്കെ ഒരുക്കി. ഒരു വാഷിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാനത് വേഗം കൊണ്ടുപോയി ഇട്ടു കേട്ടോ. പിന്നെ പാലക്കാട് മാരേജിന് സെർവ് ചെയ്യുന്ന കുമ്പളങ്ങ മിഠായി ആണോ പറഞ്ഞത് ചോദിക്കുന്നുണ്ട്. അതന്നെ പാലക്കാട് കല്യാണങ്ങൾക്ക് സെർവ് ചെയ്യുന്ന ഒരു പ്രത്യേക തരം കുമ്പളങ്ങ മിഠായി ഉണ്ട്. അത് ഒരു വൈബാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം കറിവേപ്പില വലിച്ചിട്ട് വന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കാനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ കുമ്പളങ്ങ മിഠായി അല്ലേ, അത് കുമ്പളങ്ങ നന്നായിട്ട് ചുരണ്ടി എടുത്തിട്ട് അതിൻ്റെ വെള്ളം മൊത്തം പിഴിഞ്ഞെടുത്തിട്ട് ആ വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് കുറുക്കിയെടുത്ത് അതിന് ശേഷം അതിലോട്ട് തന്നെ ഈ ഒരു കുമ്പളങ്ങേനെ ഇട്ട് വേവിച്ച് വറ്റിച്ച് കുറച്ച് കളറും നെയ്യും പഞ്ചസാരയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു പ്രത്യേക ടേസ്റ്റാടോ. അതിൻ്റെ ടെക്സ്ചർ തന്നെ ഇങ്ങനെ. പിന്നെ അതിൽ കുറേ ക്യാഷു കിസ്മിസൊക്കെ ഫ്രൈ ചെയ്തിട്ടിട്ട് അങ്ങനെ എടുക്കുന്ന ഒരു സംഭവമാണ്. സമയവും ക്ഷമയും കുറേ വേണം, ഗ്യാസും കുറേ വേണം. ഇപ്പോഴത്തെ നമ്മുടെ ഗ്യാസിൻ്റെ സ്ഥിതിക്ക് ഞാനത് ഉണ്ടാക്കുന്നത് നല്ലതാണോ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കറിവേപ്പില ചിക്കനാണ്. അപ്പോൾ അതിലോട്ട് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-20 ചെറിയുള്ളി, ഒരു 6-7 പച്ചമുളക്, പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി, ഇതുപോലത്തെ ഒരു വലിയ കുടം എന്ന് പറയുക നമ്മുടെ വെളുത്തുള്ളി, ഒരു ഫുള്ളായിട്ട് ഉണ്ടാവില്ലേ അതിൽ, പിന്നെ പട്ടഗ്രാമ്പ്, ഏലക്ക, വലിയ ജീരകം, ചെറിയ ജീരകം. അതിന് ശേഷം നമ്മൾ ഒരുപാട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, മല്ലിയിലയും ചെറിയ രീതിയിൽ പുതിന എടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില ഉണ്ടല്ലോ നമ്മുടെ 2 കൈക്ക് നിറച്ചാണ്ട് എടുത്തിട്ടോളൂ കേട്ടോ. ഇനി ഇത് വഴണ്ട് വന്ന ശേഷം മിക്സിയുടെ ജാറിൽ ആക്കുക, അടിച്ചെടുക്കുക. ഈ അരപ്പ് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. പിന്നെ ചിക്കൻ ഇതുപോലെ കുഞ്ഞിതാക്കണേ അത്രയും നല്ലതാണ്. പിന്നെ ഇത് നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കുക, സെമി ഗ്രേവി ആക്കിയിട്ട് എടുക്കുക. ഞാൻ എന്തായാലും ഇവിടെ സെമി ഗ്രേവി ആക്കിയിട്ട് എടുത്തേക്കുന്നത്. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് ശരിക്കും ഈ ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ പച്ചമസാല ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാനന്ന് അടച്ചു വെക്കുന്നുണ്ട്. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ മസാല കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഒരു 5 മിനിറ്റെങ്കിലും കഴിയട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ട് ഇളക്കാം. പിന്നെ ഇതിലോട്ട് ക്യാഷ്യൂ ഇട്ട് കൊടുക്കാം കേട്ടോ. വഴറ്റണ സമയത്ത് ഒരു 10 ക്യാഷ്യൂ കൂടി ഇട്ട് കൊടുത്താൽ നല്ല ക്രീമി ടെക്സ്ചർ ആയിരിക്കും. ഞാൻ പിന്നെ ക്യാഷ്യൂവിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇപ്പുറത്ത് ഞാൻ ചെറുപയറൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് ഫുഡ് ഞാൻ ഉണ്ടാക്കി വെക്കുകയാണ് എന്ന്, അങ്ങനെ ഒരു കുടം നിറച്ച് ചെറുപയർ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കുക, നല്ല പോലെ തെളിഞ്ഞിങ്ങനെ വരുന്ന കണ്ടോ എണ്ണയൊക്കെ. അതിൻ്റെ ടെക്സ്ചർ തന്നെ മാറിയില്ലേ. അപ്പോൾ ഇച്ചിരി കുരുമുളക് പൊടിയും ഗരം മസാലൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നമ്മുടെ ക്യാഷ്യൂ പൊടിച്ചതാണ്, അതും ചേർത്തിയെടുക്കുന്നുണ്ട്. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ഗ്രേവി കഴിക്കാൻ. അങ്ങനെ നമ്മൾ കുറച്ച് വലിയുള്ളി ഇങ്ങനെ കട്ട് ചെയ്തതും ചേർത്തി കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് കുറച്ച് നേരം കൂടി വേവാൻ ബാക്കിയുണ്ട്. അപ്പം ഞാൻ ഇത്തിരി നേരം കൂടി അത് വെച്ച് വേവിച്ച് ഇതൊരു പ്രത്യേക കളറ് ഗ്രീൻ ആയപ്പം ഞാൻ ഇറക്കി വെച്ചു. കണ്ടില്ലേ
എന്തൊരു ഭംഗിയല്ലേ കാണാൻ. പൊറോട്ടയ്ക്ക് നെയ്ച്ചോറിന് ചോറിനൊക്കെ ടേസ്റ്റാണ്. ഈ മൺചട്ടിയിൽ ഇത്തിരി ചോറ് ഇങ്ങനെ കുഴച്ച് കുഴച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ പിന്നെ മൺചട്ടി ലവറാണ്. മൺചട്ടിയിൽ എന്തുണ്ടാക്കിയാലും ഞാൻ അതിന് അത് മാറ്റിയിട്ട് ലാസ്റ്റ് അതിൽ കുറേ ചോറൊക്കെ ഇട്ടിട്ട് കഴിക്കും. ആ തടിയാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇതാ ഉള്ളി ഏകദേശം ഒരു 1.5 ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ ഫുള്ളായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അതിനെയും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ. എരിവ് ഒരുപാട് വേണ്ടാന്ന് വിചാരിച്ചിട്ടാട്ടോ ഒരു പച്ചമുളക് എടുത്തത്. അതിനെയും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ വെള്ളരിക്ക ഉണ്ട് കേട്ടോ. പിന്നെ 2 ക്യാരറ്റ്, കുഞ്ഞു ക്യാരറ്റാണ്, അപ്പോൾ 2 എടുത്തു. ഇനി ഇതെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷമാണ് ഞാൻ ചോപ്പ് ചെയ്തെടുക്കുന്നത്. തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ ക്യാരറ്റും വെള്ളരിക്കൊക്കെ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം മുറിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചെറുപയർ അവിടെ വെന്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ചു എന്ന് വിചാരിച്ചിട്ട് ചൂടാക്കിയൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കഴിക്കണേൻ്റെ 1 മണിക്കൂർ മുന്നേ പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതി. അപ്പം അതിൻ്റെ തണുപ്പൊക്കെ പോകട്ടോ, എന്നിട്ട് കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മല്ലിയില കൊത്തിയരിഞ്ഞത്, നാരങ്ങയുടെ നീരുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ, ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇത് ഞാൻ മാത്രം കഴിക്കണമല്ല കേട്ടോ, എല്ലാവരും കഴിക്കുക, എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എൻ്റെ ചെറിയ മോനിക്കൊക്കെ ഇഷ്ടമാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ കഴിക്കാൻ. വെജിറ്റബിൾ ഉപ്പേരിയൊക്കെ കഴിക്കണേക്കാട്ടിൽ അവനക്ക് ഇങ്ങനത്തെ ഐറ്റംസാണ് ഇഷ്ടം കേട്ടോ. ഉപ്പിട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഒരു വിസിലടുപ്പിച്ചിട്ട് ഒരു കുഞ്ഞു നെയ്ച്ചോറ് അങ്ങോട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അരി കഴുകി എടുത്ത് വരണം. പിന്നെ നെയ്യും എണ്ണയും മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക, വലിയ ജീരകം ഇട്ട് കൊടുത്ത് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. ഇത്രയും മതി കേട്ടോ. ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഞാനിതിലോട്ട് ഇച്ചിരി നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളമാണ് കേട്ടോ വേണ്ടത്. വെള്ളം കറക്റ്റ് 1 ഗ്ലാസ് അരിയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ മല്ലിയിലയൊന്നും ഇട്ടില്ല, ഇച്ചിരി കറിവേപ്പില തന്നെ ഇട്ടു. എന്തായാലും കറിവേപ്പില ചിക്കൻ്റെ കൂടെ അല്ലേ ഇത് കഴിക്കാൻ പോകുന്നത്. ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഞാനിവിടെ അടച്ച് വെക്കുന്നുണ്ട്, തിളച്ച് വരട്ടെ. അതിനുശേഷം കഴുകി വൃത്തിയാക്കി നമ്മുടെ അരിയും കൂടെ ചേർത്തി കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് അത് അങ്ങ് അടച്ച് വെച്ചിട്ട് ഒരേ ഒരു വിസിൽ, എന്നിട്ട് സിമ്മാക്കിയിട്ട് ഒരു 2 മിനിറ്റ് കൂടെ വെക്കുക, എന്നിട്ട് ഓഫാക്കി വെക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. ഈ ചിക്കൻ ഉണ്ടാക്കിയപ്പോൾ പൊറോട്ട വാങ്ങിച്ചു. ഇത് ഞാൻ റിഹാൻക്ക് കഴിക്കാനാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതാ കറിയും സാലഡും പൊറോട്ടയായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഫസ്റ്റത്തെ വായ അമ്മമാർ കഴിക്കണം എന്നല്ലേ പറയുന്നത്. എനിക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റമുണ്ടോ നോക്കാൻ വാഴായിട്ട്. കറി വേണോ? അപ്പം അവനുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ സിനിമ കാണാൻ പോവാ, വാഴ 2 കാണാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ നീ വരുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റമുണ്ടോ നോക്കട്ടെ എന്നും പറഞ്ഞിട്ടാണ് പറഞ്ഞയക്കുന്നത് കേട്ടോ. വാഴ കണ്ടവരെല്ലാവരും കരഞ്ഞൊലിച്ച് ബ്രദറിനെയും സിസ്റ്ററിനെയൊക്കെ കെട്ടിപ്പിടിച്ച് അങ്ങനത്തെ ഒരു സംഭവമാണല്ലോ റീലിലൊക്കെ കാണുന്നത്. ചെറിയൊരു വിഷമമുണ്ട്, കാരണം ഞാൻ വാഴ കണ്ടിട്ടില്ല. കാണാൻ പോകണം, മൈൻഡിൽ വിചാരിച്ച കാര്യമാണ്. വിത്ത് ഫാമിലിയോടെ തന്നെ പോകണം എന്നാണ് ആഗ്രഹം. വീട്ടിൽ പോയ ശേഷം സെറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇതിൽ നെയ്ച്ചോറിലേക്ക് വേണ്ടിയിട്ട് ഉള്ളിയും കൂടെ റെഡിയാക്കുകയാണ്. ഉള്ളിയും പച്ചമുളകും കുറച്ച് ഉപ്പും വിനീഗറും, ഇതാണ് നമ്മുടെ ഉള്ളി കേട്ടോ. അപ്പോൾ അടുത്തത് ഞാൻ അയാനിക്കുള്ള ഫുഡാണ് കേട്ടോ സെർവ് ചെയ്യണത്. ചപ്പാത്തി എടുത്തു, ചോറും എടുത്ത്, ചപ്പാത്തിയല്ല പൊറോട്ട. ഇനി നമുക്കൊരു ഇതിൽ ചിക്കൻ കറി എടുക്കാം, ഒന്നിൽ സാലഡും എടുത്തിട്ടുണ്ട്. അവൻ പിന്നെ ഉള്ളി കഴിക്കൂല. അങ്ങനെ ഞാൻ ചോറിൽക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യാം. നേരത്തെ ഞാൻ ചപ്പാത്തിയിലേക്കല്ലേ ടേസ്റ്റ് ചെയ്തത്. അപ്പോൾ 2ൽക്കും എനിക്കിഷ്ടമായിട്ടോ. ചിരി വരുന്നു. ഏതാ ടേസ്റ്റ്? പൊറോട്ടയും കറിയാ ടേസ്റ്റ് അതോ പൊറോട്ടയും റൈസും ടേസ്റ്റ്? അല്ല, കറിയും റൈസും ആണോ ടേസ്റ്റ്? അങ്ങനെ 2ആൾക്കും കൊടുത്ത് ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചു പോയി റെസ്റ്റൊക്കെ എടുത്ത് വാഴ 2 കണ്ട് കഴിഞ്ഞ് വരുന്ന മോനെയും കാത്തിരുന്ന് എന്താണ് അവൻ്റെ റിയാക്ഷനും കാര്യങ്ങളൊന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷ. എനിക്ക് തോന്നുന്നു അവനക്ക് വലിയ റിയാക്ഷനൊന്നും ഉണ്ടാവില്ല തോന്നുന്നു കേട്ടോ. അവനൊരു പ്രത്യേക ടൈപ്പാണ്.
അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ, FB പേജ്, ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഡെയിലി വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മോട്ടിവേഷൻ കിട്ടിയേ പറ്റുള്ളൂ. ഓക്കെ, അല്ലാണ്ട് ഞാൻ ആർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇടുന്നത്? അപ്പം നമ്മുടെ റെസിപ്പീസൊക്കെ ഉണ്ടാക്കി നോക്കിയവർ അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.